ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയെ വധിക്കാൻ അമേരിക്കയും ഇസ്രയേലും ഗൂഢാലോചന നടത്തുന്നതായി ഇറാന്റെ മന്ത്രി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തെ കൊല്ലാൻ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുമോ? അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുമെന്നാണ് അവരുടെ ഇന്റലിജൻസ് മിനിസ്റ്റർ ഇസ്മയിൽ ഖദീബ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് കുറേ നാളായിട്ട് ഞങ്ങളുടെ പരമോന്നത ആത്മീയ നേതാവും അത് ഭരണാധികാരിയും ഒക്കെ ആയിട്ടുള്ള ആയത്തുള്ള ഖമേനിയെ വധിക്കാനായിട്ട് നുഴഞ്ഞുകയറ്റക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പല നുഴഞ്ഞുകയറ്റക്കാരുമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവർ ഇത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ഇൻ്റലിജൻസ് വിഭാഗം വളരെ ശക്തമായി വീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളത് തകർക്കാൻ ആ ശ്രമങ്ങളെയെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്നാൽ ട്രംപ് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് ഇപ്പോൾ ഇല്ല, എന്തായാലും തൽക്കാലം ഒട്ടുമില്ല എന്നുകൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ട്രംപ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല, തൽക്കാലം ഒട്ടുമില്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ കിടക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കാണുന്നത്. വധിക്കും, പക്ഷെ ഇപ്പോൾ ഇല്ല. അതെ, ഞങ്ങൾക്ക് ഇപ്പോൾ ഉദ്ദേശമില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഒട്ടും ഉദ്ദേശമില്ല എന്ന് പറഞ്ഞ് എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഊഹിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഇറാനെ വിഷമിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആക്രമണ സമയത്ത് ഇസ്രായേൽ ഖമേനിയെ വധിക്കാൻ ശ്രമം നടത്തി, പക്ഷേ ട്രംപ് അതിന് അനുവദിച്ചില്ല, അമേരിക്ക അതിന് അനുവദിച്ചില്ല. അതുകൊണ്ടാണെന്ന് കൊലപ്പെടുത്താത്തതെന്ന രീതിയിൽ അന്ന് വാർത്തകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഖമേനിയെ പോലുള്ള ഒരാളെ, 86 വയസ്സുള്ള ഒരാളെ, ആത്മീയ നേതാവിനെ വധിച്ചാൽ അത് ഇറാനിൽ മാത്രമല്ല ലോകത്ത് പലയിടത്തും ചില അനുരണനങ്ങൾ ഉണ്ടാക്കും, ചില വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇത് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് അത് വേണ്ട. ചിലപ്പം അമേരിക്കയിൽ പോലും അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ഭരണമാറ്റം? അവിടുത്തെ ജനങ്ങൾക്കതിന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും വധിക്കുന്നതിനല്ല ആഗ്രഹം, അല്ലെങ്കിൽ സ്ഥാനപ്രശ്നമാക്കുന്നതിലല്ല ആഗ്രഹം. അവരുടെ ആഗ്രഹം ആ സൊസൈറ്റിയെ ഒന്ന് മോഡേണൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണം, അമിത മതച്ചട്ടകൾ കുറച്ച് ഫ്രീ സൊസൈറ്റി വേണം എന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലാതെ ഖമേനിയുടെ ഭരണം മാറണം എന്നവർക്കൊരു ആഗ്രഹം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. കാരണം അതൊരു വളരെ നമ്മുടെ കേഡർ സംവിധാനം പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു സംവിധാനത്തിലാണ് അവർ ആ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓരോ തട്ടുകളായിട്ട് താഴെത്തട്ടിൽ പഞ്ചായത്ത് തലം വരെ ഉള്ളിടത്ത് അവരുടെ ഭരണക്രമം അങ്ങനെ വിന്യസിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പം അതിൽ മറ്റു കാര്യങ്ങളിൽ എല്ലാ ആളുകൾക്ക് എതിർപ്പ്, ഈ ഒരുപാട് അമിത റെസ്ട്രിക്ഷൻസ് വരുന്നതിനെയാണ് അവിടുത്തെ സ്ത്രീകളും മറ്റുമൊക്കെ എതിർക്കുന്നത്. ആ എതിർപ്പ് നിലനിൽപ്പുണ്ട്. അല്ല, അപ്പോഴേക്കും ഈ രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടല്ലോ, കാരണം ഇറാനാണ് പല ആക്രമണങ്ങൾക്കും പിന്നിൽ. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയായാലും മറ്റ് ഗ്രൂപ്പുകളെല്ലാം ഇറാൻ സഹായിക്കുന്നു എന്ന ധാരണ ഇസ്രായേലിനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു തിരിച്ചടി സ്വാഭാവികമായി എന്നാലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഒട്ടുമില്ല എന്ന് പറഞ്ഞത്. കാരണം ഇപ്പോൾ ബമ്പർ ബസ്റ്റർ ബോംബുകൾ വരെ അവിടെ കൊണ്ടിട്ട് ഇറാനിൻ്റെ ഗ്രാണോത്പാദന ശേഷിയൊക്കെ പൂർണ്ണമായും തകർത്തു വച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക, ഇസ്രായേലും കൂടെ ചേർന്ന്. ഇപ്പോൾ അമേരിക്ക ഇറാനെ ഭയക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവർക്ക് ആണവശേഷി ഇപ്പോൾ ഉടനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. കാരണം ആണവ നിലയങ്ങളൊക്കെ അത്തരത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട്. ഇനി അവർക്കത് സ്വരൂപിച്ച് വീണ്ടും ഒക്കെ എടുത്ത് വരാൻ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വധശ്രമത്തിൻ്റെ ഉദ്ദേശമില്ല എന്ന് എടുത്തെടുത്ത് പറഞ്ഞത്. അതിനിടയിൽ മറ്റും വാർത്തകൾ രംഗത്ത് വരുന്നല്ലോ, അത് റഷ്യയുമായി ഇറാൻ കൂടുതൽ അടുക്കുന്നു. അത്തരം സംഭവങ്ങൾ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായി മാറുന്നു. റഷ്യയുമായിട്ട് അടുക്കുന്നു, ചൈനയുമായിട്ട് പണ്ടേ അടുപ്പമുണ്ട്, ഇന്ത്യയുമായിട്ട് അടുപ്പമുണ്ട്. അതൊക്കെ അമേരിക്കയ്ക്ക് ചെറിയ വിഷമം വരുന്ന കാര്യങ്ങളാണ്. കാരണം അമേരിക്കയുടെ ഏകഛത്രാധിപത്യത്തിൽ ഈ ലോകം പോകണമെന്ന് അവരാഗ്രഹിക്കുമ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ സെറ്റപ്പ് വേറെ ഉണ്ടാകാൻ പാടില്ല. ഇന്ത്യ, ചൈന, റഷ്യ കൂട്ടുകെട്ട് തന്നെ അവർക്ക് സഹിക്കാവുന്നതല്ല. അതിൽ ഇറാനെ പോലുള്ള ഒരു രാഷ്ട്രം വന്നാൽ കുറേ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കൂടെ അതിൻ്റെ കൂടെ കൂടും. അപ്പോൾ ഇക്വേഷൻസ് പല വിധത്തിൽ മാറാം. ഇപ്പോൾ ആഫ്രിക്കയിൽ ചെന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആഫ്രിക്കക്കാരോട് പറഞ്ഞത് സെക്യൂരിറ്റി UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു. അത് ലോകത്തിന് ഗുണകരമല്ലാതായിരിക്കുന്നു. ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങളുള്ള ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക.
അല്ലേ? ആഫ്രിക്കയിൽ ചെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സെക്യൂരിറ്റി കൗൺസിൽ വരണം, നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള പ്രതിനിധികൾ വേണമെന്നാണ് അദ്ദേഹം അത് ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയാണ് സൗത്ത് അമേരിക്കക്കാരോടും അദ്ദേഹം പറയുന്നത്, ബ്രസീലിനോട് പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇതുപോലെ തന്നെയാണ് ലാറ്റിൻ അമേരിക്കക്കാരോടും പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഫാർ ഈസ്റ്റിലുള്ളവരോടും പറയുന്നത്, നിങ്ങളുടെ പ്രതിനിധി അവിടെ വേണം. ഒപ്പം ഇന്ത്യയുടെ പ്രതിനിധി ഒരു 10 പേരെങ്കിലും സെക്യൂരിറ്റി കൗൺസിലേക്ക് വരണം. ഇപ്പോൾ 5 പേര് നിന്ന് വീറ്റോ ചെയ്യുന്ന അവസ്ഥ മാറണം, ഒരു 10 പേരുള്ള കൗൺസിൽ വരണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു പ്രധാന ഡിമാൻഡ്. മുൻകാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളും തമ്മിൽ പുതിയ പുതിയ സംഘർഷ മേഖലകൾ തുറക്കുകയാണ്. എന്താണ് നിലവിൽ അങ്ങനെ ഒരു സംഘർഷം നമ്മുടെ ലോകത്തുടനീളം നിലനിൽക്കാനുള്ള കാരണം? സംഘർഷം ഉടനിൽക്കാൻ കാരണം പണ്ട് ഒരു ചേരിക്ക് മറ്റേ ചേരിയിൽ ഭയമുണ്ടായിരുന്നു. പണ്ട് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു ചേരി, അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു ചേരി. ഈ ചേരി അടിച്ചാൽ ആ ചേരി തിരിച്ചടിക്കും, അത് വലിയ പ്രശ്നമാകും. ഇപ്പോൾ ഒരു ബാലൻസ് ഓഫ് പവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബാലൻസ് ഓഫ് പവർ ലോകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ ഒരു വലിയ മേധാവിത്വം നിലനിൽക്കുന്നുണ്ട്. അത് തകർന്നു എന്ന് നമ്മൾ പറയുന്നെങ്കിലും അങ്ങനെ തകരുന്ന ഒരു സാധനമല്ല. അവിടെ എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അവർ വീക്കൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ വീക്കൻ ചെയ്തെങ്കിലും അവരത് പിടിച്ചു നിർത്താൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ്. അതിനുവേണ്ടി അവരുടെ എനർജി മുഴുവൻ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര നാൾ പോകുമെന്നുള്ളത് ലോകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അപ്പോൾ ബാലൻസ് ഓഫ് പവർ പോയത്, തങ്ങളോടൊപ്പം നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ആരെ ആക്രമിക്കാം. അത് തന്നെയാണ് ഉക്രൈനിൽ അവർ ചെയ്തത്. ഉക്രൈനിൽ ചെറിയ രാഷ്ട്രമായ ഉക്രൈനെ കൊണ്ട് റഷ്യയെ അടുപ്പിക്കുന്നു. അതിനുള്ള ഒരു കെൽപ്പും, റഷ്യ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അണുബോംബുകളുള്ള രാഷ്ട്രം, ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആയുധങ്ങളുടെ ശക്തമായ രാഷ്ട്രം, ഇത്രയും ഫൈറ്റർ ജെറ്റുകളും വിമാനങ്ങളും മിസൈലുകളും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രം, ടാങ്കുകൾ, അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ഏത് ഭൂമിയിലും പോയി നടത്താൻ കഴിയുന്ന ടാങ്കുകളുള്ള രാഷ്ട്രം. എന്നിട്ട് അവിടെ അവർക്കെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു കൊച്ചു രാജ്യത്തിന് കഴിയുന്നെങ്കിൽ അത് അമേരിക്കയും മറ്റുള്ളവരും പിന്തുണയ്ക്കുന്നുണ്ടാണ്. ഇതാണ് പുടിൻ അലാസ്ക സമ്മേളനത്തിൽ പറഞ്ഞത്, ഈ പീസ് ടോക്കൊന്നും ആവശ്യമില്ല, നിങ്ങൾ പിന്മാറിയാൽ തീർന്നില്ലെന്ന് ട്രംപിനോട് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. നിങ്ങളല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്, നിങ്ങളിത് പിന്മാറിയാൽ പിന്നെ അവിടെ എന്തിനാണ് പീസ് ടോക്ക് എന്നാണ് സൂചിപ്പിക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ഏത് സംഘർഷത്തിന്റെ ഒരു ഭാഗത്ത് അമേരിക്ക ഉണ്ടല്ലോ, അമേരിക്കയുടെ പിന്തുണ വളരെ നാളായിട്ടുണ്ട്. പക്ഷേ പ്രകടമായിട്ട് അവർ വരില്ലായിരുന്നു. 2 കാരണങ്ങളാണ്. ഒന്ന്, അതിൻ്റെ തലവന്മാരാരും ഇത്രയും വലിയ ഭ്രാന്തന്മാരായിരുന്നില്ല. ട്രംപിനെ പോലെ യാതൊരു വെളിവുമില്ലാതെ എപ്പോഴും എന്തും തോന്നുന്നത് സംസാരിക്കുന്ന ഒരു രീതി, അത് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയാണ്. നമ്മൾ വെളിവില്ലാതെ എന്ന് പറയുന്നെങ്കിലും അതിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയാണെന്നുള്ളത് പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള സംഭാഷണങ്ങൾ ലോകത്ത് വരുമ്പോൾ ലോകത്ത് ഫ്രിക്ഷൻ കൂടും. മിതമായി സംസാരിക്കുന്ന വലിയ നേതാക്കൾ വരുന്നതാണ് എപ്പോഴും ആ രാജ്യത്തിനും ലോകത്തിനും നല്ലത്, പ്രത്യേകിച്ച് വലിയ രാഷ്ട്രങ്ങൾ. അതൊരു അപാകതയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇറാനെ പോലുള്ളവർ ഭയക്കുന്നത്, ഇവർ നമ്മളെ തകർക്കുമോ. ചോദ്യം അപ്രസക്തമല്ല, അതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.